എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുനീർ. നമ്മൾ ഇപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയാണ് എങ്ങനെ മക്കളെ വളർത്താം. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ പുതിയ ജനറേഷനിൽ എങ്ങനെ മക്കളെ വളർത്താം. പഴയൊരു കാലഘട്ടമല്ലല്ലോ ഇപ്പോഴുള്ളത്. നമ്മൾ ഒരു ആധിയില്ലാത്ത രക്ഷിതാക്കൾ വളരെ കുറവായിരിക്കും. നമുക്ക് ഇതിനൊരു റോൾ മോഡലിനെ കണ്ടെത്താൻ പണിയുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നല്ല മക്കളെ വളർത്താനാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയില്ല 2 പോയിൻ്റുകളാണ്. അതിൽ ആദ്യത്തെ പോയിൻ്റ് നമ്മളെ മക്കൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാൻ പഠിപ്പിക്കുക. ഇത് എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ, നമ്മളൊരു ബസ്സിൽ കയറുകയാണ്. അപ്പോൾ അതിൽ നല്ല തിരക്കുള്ള ബസ്സാണ്. നമുക്കൊരു സീറ്റ് കിട്ടി. ഈ സീറ്റ് കിട്ടിയാൽ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു വയസ്സായ ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ മറ്റോ നിൽക്കുന്നു. അവരെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിൽക്കും. ഇത് നമ്മളെ മക്കൾ കണ്ടുപിടിക്കും. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ മക്കൾക്ക് മനസ്സിലാകും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് അത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് അവർ മനസ്സിലാക്കും. ഇതേപോലെ തന്നെയുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് സമയം. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ് സമയം. നമുക്ക് പലപ്പോഴും പലതിനും സമയം കിട്ടാറില്ല. പലപ്പോഴും നമ്മൾ വീടുകളിലെ മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കാൻ സമയം കിട്ടാറില്ല. നിങ്ങളെല്ലാവരും കണ്ടെത്തേണ്ടത് 24 മണിക്കൂറിൽ നിന്ന് ദിവസവും അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ, അവരെ കാര്യങ്ങൾ കേൾക്കാൻ, അവരോട് സംസാരിക്കാൻ, അവരോട് ചർച്ച ചെയ്യാൻ, അവരോട് തമാശ പറയാൻ, അവരോട് കഥ പറയാൻ നമുക്ക് സമയം കണ്ടെത്തണം. ഇങ്ങനെ നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളും മക്കളുമായിട്ടുള്ള റാപ്പ് ബിൽഡ് ചെയ്യുകയും അത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും കുടുംബബന്ധം ചേർക്കാനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായി വരികയും നല്ലൊരു മകനായിട്ട് നാളെ വളരാൻ അവനെ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മക്കളെ വളർത്തുകയാണെങ്കിൽ മക്കളെ കൂടെ സമയം ചെലവഴിക്കുക, അതേപോലെ തന്നെ മക്കൾക്ക് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാൻ പഠിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് നാളെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടിനും ഉപകാരപ്രദമുള്ള നല്ല മക്കളെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും. താങ്ക് യു ആൾ.